എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കറി വയ്ക്കുന്നത് വ്യത്യസ്തമായ ഒരു പോർക്ക് കറി എന്ന് വെച്ചാൽ കോട്ടയം സ്റ്റൈലിലുള്ള ഒരു പോർക്ക് കറി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ 4 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലി ഇല, കറിവേപ്പില, പിന്നെ നമ്മൾ ഇഞ്ചി, നല്ല ഒരു വലിയ കഷ്ണം 2 കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ അത്രയേ ഉള്ളൂ. ഓരോരുത്തർക്കും എരിവിന് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പന്നി ഇറച്ചി 2 കിലോയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവോള ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന രീതിയിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പന്നി ഇറച്ചി എന്നത് പോർക്കാണ്. പന്നി ഇറച്ചി എല്ലാവർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നുണ്ട്. പോർക്ക് എന്നും പറയുന്നു, പന്നി എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ കോട്ടയംകാരുണ്ടാക്കുന്നത് ഒരു പ്രത്യേക ശൈലിയിലായിരിക്കും. മറ്റു സ്ഥലത്തുള്ളവർ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ കണ്ണൂരാണെങ്കിലും ഞാൻ കോട്ടയം സ്റ്റൈലാണ് എൻ്റെ ഭക്ഷണ രീതികളെല്ലാം. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കി പഠിച്ചിരിക്കുന്നത്. കാരണം മാതാപിതാക്കളായിട്ട് കോട്ടയംകാരായിരുന്നത് കൊണ്ട് കേട്ടോ. കണ്ണൂരെന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, അതെങ്ങനെ ഭാഷ ശരിയല്ലല്ലോ, കോട്ടയം ഭാഷയാണല്ലോ, കണ്ണൂർ ഭാഷയല്ലല്ലോ എന്നൊക്കെ. ഇതാണ് അതിനകത്തെ കാര്യം. പിന്നെ ഇതാ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് സവോള എല്ലാം കൂടി ഇട്ട് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 തക്കാളി, നമുക്ക് ആവശ്യമായ രീതിയിൽ തക്കാളി എടുക്കാം കേട്ടോ. തക്കാളി അരിഞ്ഞൊഴിച്ച് ഞാൻ സവോള അങ്ങോട്ട് ഇട്ടേച്ച് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി അതിലേക്ക് അരിഞ്ഞിട്ട്, വെളുത്തുള്ളിയും ഞാൻ കുറച്ച് അങ്ങോട്ട് അരിഞ്ഞിട്ടും കേട്ടോ, പച്ചമുളകും അതിനകത്ത് ചേർത്തിട്ട് ഈ സവോള വഴറ്റുകയാണ്. അതൊക്കെ ഒരു സൈഡിലായി പോയിന്നേ ഉള്ളൂ, വീഡിയോ കുഴപ്പമില്ല, മനസ്സിലാകുമല്ലോ. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സവോള ഏകദേശം വാടിയതിന് ശേഷം മാത്രമേ ഈ തക്കാളി ഞാൻ അങ്ങോട്ട് ഇടുകയുള്ളൂ. ചിലപ്പോൾ ഒരുമിച്ചിടും, എന്താണ് ഒരു സാഹചര്യം പോലെയൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ ഈ തക്കാളി ഒരു സൈഡിലേക്ക് ഇട്ട് അത് ഒന്ന് വഴറ്റാം. അവിടെ തന്നെ അരികിലിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് ആ വെള്ളം അങ്ങ് വലിഞ്ഞോളും കേട്ടോ, സവോളയുടെ കൂടെ അല്ലാണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ 2 പേരെയും കൂടി ഒരുമിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് വഴറ്റാം. കുറച്ചൊരു ചെറിയ കളർ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പം എണ്ണ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. പന്നിക്ക് ഇറച്ചിക്ക് നല്ല നെയ്യുണ്ടല്ലോ, അതുകൊണ്ട് ഈ വഴറ്റിയ സവോള മുഴുവനായി ഞാൻ ഇറച്ചിയുടെ കൂടത്തിൽ ചേർക്കത്തില്ല. അതിൽ നിന്നൊരു 1/4 ഭാഗം ഇങ്ങോട്ട് കോരി മാറ്റി വെക്കും. അതിനുശേഷമാണ് ഇറച്ചി അരപ്പിട്ട് അതിലേക്ക് ഇറച്ചിയും കൂടി ചേർക്കുകയുള്ളൂ കേട്ടോ. അതിനാണ് ഞാനിതിങ്ങനെ മാറ്റി വെക്കുന്നത്. പിന്നീട് ഞാനിതാ അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കും. ഇത് ഞാൻ പാത്രത്തിലെടുത്തൊന്നും വെച്ചില്ല, നേരെ അങ്ങോട്ട് ഇടുവാണേ. 5 സ്പൂൺ, അതായത് വലിയ സ്പൂണും അല്ല, ഒരു ഇടത്തര സ്പൂണിന് 5 സ്പൂൺ പൊടി ഇട്ടിട്ടുണ്ട്. അത്ര മല്ലിപ്പൊടി, അത്രേ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. എനിക്കെല്ലാം എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. നിങ്ങളൊക്കെ ആവശ്യാനുസരണം ചേർക്കാം. ഇതിനെല്ലാം ശേഷം ഈ പോർക്ക് കറിക്ക് അല്ലെ പന്നിയിറച്ചിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന വേറൊരു സാധനം ചേർക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യേ, എന്താണെന്ന് അന്നേരത്തേക്കും അറിയാമേ. അപ്പം നമ്മുടെ ഈ മല്ലി മുളക് ഇത്രയും ഒരു കളറിലേക്ക് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി നമ്മൾ മൂപ്പിക്കരുത്, പന്നിയിറച്ചിക്ക് ഒരുപാട് മൂപ്പിക്കരുത്, തീരെ കുറവും ആകരുത്. ഒരു ബീഫിനൊക്കെ വെക്കുന്ന അത്രയും മൂപ്പിക്കാൻ പാടില്ല കേട്ടോ പന്നിയിറച്ചിയുടെ അരപ്പ്. അതിനുശേഷം നമ്മളിതാ ഈ ഇറച്ചി അതിലേക്ക് ഇടുക. ഈ ഇറച്ചി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ ഇത് കഴുകി വെള്ളം വാലാൻ വെച്ച് അത് ആ തുളയുള്ള പാത്രത്തിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞു പോകും. അപ്പോൾ ഈ കഴുകി വെള്ളം വലിഞ്ഞ് ഈ ഇറച്ചിയിലേക്ക് ഞാൻ ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി തിരുമ്മി അവിടെ വെച്ചിരുന്നതാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഈ അരപ്പിലേക്കിട്ട് നന്നായിട്ട് തിരുമ്മി അങ്ങനെ നമ്മൾ വെക്കുകയാണേ. നന്നായിട്ട് അടച്ച് വെച്ച് തീ കൊടുക്കുക കേട്ടോ. ഒരുമാതിരി ചെറിയ തീയിൽ വേണം തുടക്കത്തിൽ വേവിക്കാനായിട്ട്. അതായത് ഇതിൽ ഉള്ള വെള്ളം തന്നെ ഇറങ്ങി വരണം, അതിനാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് വേറെ വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. അപ്പോൾ ആ പാത്രത്തിനകത്ത് വേവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതാ നമ്മൾ വേറെ കുറച്ച് വലിയൊരു ചെരുവത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീണ്ടും അതിനെ മൂടി വെക്കുന്നു. 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിടണം. അതായത് ഇപ്പോൾ കണ്ട വെള്ളമായത് ഇതേപോലെ ഒട്ടും വെള്ളം നമ്മൾ ഒഴിക്കരുത്. ഇനി നിങ്ങൾക്ക് ചാറാണ് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക, അതും ആദ്യമേ തന്നെ ചേർക്കരുത് കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്
ഇപ്പോൾ കണ്ടതുപോലെ ആദ്യം മാറ്റി വെച്ച കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, 1/4 ഭാഗം ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, അരിഞ്ഞിട്ടിട്ടുള്ളൂ. ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതാ ഞാൻ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അതിന് ഈ ഒരു 1/4 ഭാഗം വേവ് കഴിഞ്ഞു ഇറച്ചിയുടെ കേട്ടോ. അപ്പോഴത്തേക്കും അതിലേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, വാവ്, അടിപൊളി കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ഇങ്ങനെയൊക്കെ. നമ്മൾ ആദ്യമേ മുഴുവനും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് വേവിക്കുന്നതിനേക്കാൾ എത്ര രുചിയും മണവും എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. പിന്നെ ഞാൻ സവോളയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയതുണ്ടായിരുന്നില്ലേ, അതും എത്ര മാറ്റി വെച്ചു, 1/4 ഭാഗം മാറ്റി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ പുറകെ ഇതും കൂടി അങ്ങോട്ട് ഇട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ അത് ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് ആ മണം വരുമ്പോഴേ അറിയാമേ. എന്നിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് അത്ര, അല്ലെ 10 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, ചുവടിലതാ ചേർന്നു, കരിഞ്ഞിട്ടൊന്നുമില്ല. ഈ ആണ് ഈ കിടക്കുന്ന വെള്ളമൊക്കെ വറ്റി കേട്ടോ. നല്ല പെരളനിറച്ചിയാണിത്, കറപ്പിച്ച് വരട്ടി ഒന്നും എടുക്കണ്ട, ഇങ്ങനെ എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക്, ഇതാണ് പിന്നെ ഇതിൻ്റെ എരിവിനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനം കുരുമുളകാണ് കേട്ടോ. കറിവേപ്പിലയൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുരുമുളക് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത്രയും ഇടാം, അത്രയും ടേസ്റ്റാണ് കേട്ടോ കുരുമുളക് ചേർക്കുമ്പോഴേ. അപ്പം ഞാൻ വീണ്ടും അതിലേക്ക് കുറച്ച് നമ്മൾ ആക്കി വെച്ചിരുന്ന മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇട്ട്, അപ്പോഴത്തേനും നമ്മുടെ ഇവിടെ എന്താ പറയുക, പന്നിയിറച്ചിയുടെ ആ ടേസ്റ്റും മണവും ഒന്നും പറയാനില്ല കേട്ടോ. കോട്ടയം സ്റ്റൈലാണിത് കേട്ടോ, കോട്ടയം സ്റ്റൈലാണ്. നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇതും കൂടി ചേർത്ത് നമ്മുടെ പരിപാടി അങ്ങ് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ സബ് ചെയ്യാത്തവരായി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.